അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ആദ്യത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൽ ഒരുപാട് പോരായ്മകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ പരിമിതികൾ തന്നെയാണ്. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇപ്പൊ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ആ പരിമിതികൾക്കകത്ത് നിന്നിട്ടുള്ള രീതിയിലുള്ള ബഡ്ജറ്റ് മാത്രമേ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇനി സാമ്പത്തിക നില ഒന്ന് മെച്ചപ്പെട്ട് ഒരു പുരോഗതിയിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിന്റെ കഴിവുകേടും അവരായിട്ട് വരുത്തി വെച്ചിട്ടുള്ള കുറെ കടങ്ങളും ഒക്കെ ഉണ്ട്. അവർ തന്നെ പറയുന്നു 6000 കോടി മാറ്റിവെച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ പകുതിയും ശമ്പളമായിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്ന പൈസയാണ്. അതിൽ നിന്ന് നമുക്ക് ബഡ്ജറ്റിലേക്ക് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പോ ബഡ്ജറ്റിന്റെ ചില കാര്യങ്ങളൊക്കെ തന്നെ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അതിലൊരു മെയിൻ കാര്യമായിരുന്നു നമ്മളുടെ അന്തരിച്ച കലാകാരനായിട്ടുള്ള സലീം കുമാർ. അദ്ദേഹത്തിന്റെ പേരില് ഒരു സ്മാരകം നിർമ്മിക്കുക എന്നുള്ളൊരു കാര്യം. 1 കോടി രൂപയാണ് അതിനു വേണ്ടി മാറ്റിവെച്ചത്. മരണാനന്തര ചടങ്ങുകൾ പോലും വേണ്ട എന്ന് വെച്ചിട്ടുള്ള ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ പേരില് ഒരു സ്മാരകത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങളുടെ ആ ചോദ്യം ന്യായമായിട്ടുള്ളൊരു ചോദ്യമായിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം ഒരു സ്മാരകം പണിയുക, ഓക്കെ, അദ്ദേഹം ഒരു കലാകാരനാണ്, അതുല്യ കലാകാരനാണ്, അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരവും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം, റെസ്പെക്റ്റും എല്ലാം കൊടുക്കണം. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു സ്മാരകം എന്ന് പറഞ്ഞ് 1 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ പൈസ അവിടെ എങ്ങും നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലല്ല. ഒരുപാട് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത്, കമന്റ്സിലൂടെ ചോദിക്കുന്നത്, ഈ 1 കോടി രൂപ അദ്ദേഹത്തിന്റെ പേരില് മറ്റാർക്കെങ്കിലും സഹായം ചെയ്യാം. 5-6 കുടുംബങ്ങൾക്ക്, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള പൈസയുണ്ട്. ചികിത്സാ ചെലവോ അല്ലെന്നുണ്ടെങ്കിൽ വീട് വെക്കാനുള്ള ഇതോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് അത് നൽകുകയായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഒരു സ്മാരകം പണിയുന്നു, ഒരു പ്രതിമ പണിയുന്നു, അത് അവിടെ ഇട്ടത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കോ പ്രത്യേകിച്ചൊരു ഇതുമില്ല. അദ്ദേഹത്തിനെ ഓർക്കേണ്ടവർ ഓർക്കുക തന്നെ ചെയ്യും. ഈ സ്മാരകം പണിഞ്ഞു എന്നത് വെച്ചിട്ട് അദ്ദേഹത്തിനെ ഓർക്കുവോ? ഇല്ല. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അദ്ദേഹമുണ്ട്. ആ ഓർമ്മ എന്നും അവിടെ തന്നെ ഉണ്ടാകും. അതല്ല എന്നുണ്ടെങ്കിൽ ടൂറിസം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പക്ഷെ അനാവശ്യമായിട്ട് അങ്ങനെ ഒരു 1 കോടി രൂപ ചെലവഴിക്കുന്നതിൽ എനിക്കെന്തോ താല്പര്യം തോന്നുന്നില്ല. പല ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തോടുള്ള ഡിസ്റെസ്പെക്റ്റ് അല്ല, അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് പുലർത്തിക്കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഈ ഒരു കമന്റ് ഇടുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതിനു വേണ്ടിയിട്ട് 600 കോടി രൂപയാണ് മാറ്റിവെച്ചേക്കുന്നത്. ഇപ്പൊ തന്നെ പല പദ്ധതികളും വേണ്ടാന്ന് വെച്ചത് പൈസ ഇല്ല എന്നുള്ളൊരു കാരണത്താലാണ്. പലതും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാഞ്ഞത് ചിലപ്പോൾ പൈസ ഇല്ല എന്നുള്ളൊരു കാരണത്താലാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് കേരളത്തിന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കേരളം, ഈ ഒരു സംസ്ഥാനം മാറിയതിനു ശേഷം മതിയായിരുന്നു ഈ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്ന പദ്ധതി. അവരുടെ കയ്യിലെ ഒരു പാളിച്ച തന്നെയാണ്. UDF ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വന്നൊരു പാളിച്ച തന്നെയാണ്. ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഈ 600 കോടി രൂപ വേറെ പല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് മാറ്റാമായിരുന്നു. ഒരു 3-4 പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനുള്ള പൈസയാണ് ഈ 600 കോടി രൂപ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വഷളായിട്ടുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് നിന്ന് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, ഇങ്ങോട്ടൊരു വരുമാനവും കിട്ടുന്നില്ല, സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് 600 കോടി രൂപ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സ്ത്രീകൾ അത്ര അരക്ഷിതാവസ്ഥ ഫേസ് ചെയ്യുന്ന ആൾക്കാരല്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയല്ല ആവശ്യം, സുരക്ഷിത യാത്രയാണ്. കഴിഞ്ഞ ദിവസവും കൂടി പത്തനംതിട്ട സീതത്തോടുള്ള ഒരു അംഗനവാടി ഹെൽപ്പർ, ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവര് ജോലിക്ക് പോവുകയായിരുന്നു, കാട്ടുവഴിയിലൂടെ ജോലിക്ക് പോവുകയായിരുന്നു, അവർ സുരക്ഷിതയല്ല. അപ്പൊ സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം സുരക്ഷിതത്വമാണ് ഇന്നത്തെ കാലഘട്ടത്തില്. അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഇപ്പൊ ജോലിയുണ്ട്, ഭർത്താക്കന്മാർക്ക് വരുമാനമുണ്ട്, അങ്ങനെ വരുമാനമുള്ളവർ തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ രോഗികളായിട്ടുള്ള ആൾക്കാര്, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാര്, അവർക്കൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി
ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇപ്പൊ തൽക്കാലം ഈ ഒരു സൗജന്യ യാത്ര ആവശ്യമില്ലാത്തൊരു പരിപാടിയാണ്. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സാമ്പത്തിക സ്ഥിതിയെ വഷളാക്കും. ആ മാറ്റിവെച്ച 600 കോടി രൂപ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. സത്യമല്ലേ? പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ ഉറപ്പായിട്ടും ഭരണപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം ഉറപ്പായിട്ടും എത്തും. പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഉണ്ടായിരുന്നു, കേരളം നാശത്തിലേക്ക് പോവുകയാണ്, കേരളം അപകടത്തിലേക്ക് പോവുകയാണ്. അപ്പൊ എനിക്ക് ചിരിയാണ് വന്നത്. അതായത് 10 വർഷം കൊണ്ട് ഇവരായിട്ട് അപകടത്തിലേക്ക് തള്ളിവിട്ടു. ആ തള്ളിവിട്ടതിന്റെ തെളിവാണ് ജനങ്ങളായിട്ട് ഇത്രയും വലിയൊരു തിരിച്ചടി കൊടുത്തത്. അപ്പൊ ഇത്രയും നാളും വാ തുറക്കാത്ത പല ആൾക്കാരും ഇപ്പൊ വാ തുറക്കുന്നു. ഇവരായിട്ട് സാമ്പത്തിക സ്ഥിതി 10 വർഷം കൊണ്ട് വഷളാക്കിയത് നോക്കിയാൽ മതി. എപ്പോഴും അതിന് മുമ്പത്തെ ഗവൺമെന്റ് എന്ന് പറയണ്ട. ഈ 10 വർഷം കൊണ്ട് ഇത്രയും സാമ്പത്തിക സ്ഥിതി വഷളായി. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സാമ്പത്തികമായി പുരോഗതിയിലേക്ക് പോയ ഒരു സമയത്ത് കേരളം ഇത്രയും വഷളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുമ്പ് ഭരിച്ച ഗവൺമെന്റിന്റെ കഴിവുകേട് തന്നെയാണ്. അപ്പം ആ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് വേണ്ടേ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഗവൺമെന്റിന് പരിമിതികളുണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പാളിച്ചകളും ഉണ്ട്. അതിൽ ഒന്നാമത്തെ പാളിച്ച തന്നെയാണ് ഈ KSRTC സൗജന്യ യാത്ര. അത് ഇപ്പോൾ നടപ്പാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കുറച്ചും കൂടി കഴിഞ്ഞ് സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ KSRTC മാറിയതിന് ശേഷമായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു.